Good morning to all. നമുക്കിനി പഠിക്കാനുള്ള റേഷ്യോസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോസാണ്. അതുപോലെ ബിസിനസ് ഫേമിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അപ്പം പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ഉൾപ്പെടുന്ന റേഷ്യോസ് ഇതൊക്കെയാണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ദെൻ ഓപ്പറേറ്റിംഗ് റേഷ്യോ, ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, expenses ratio, net profit ratio, return on investment, that is ROI, then return on shareholders fund, then return on equity capital. അപ്പോൾ ഇത്രയുമാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. അതിനകത്ത് നെറ്റ് സെയിൽസ്, നമുക്ക് നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചാൽ മതി. ഗ്രോസ് സെയിൽസിൽ നിന്ന് വെച്ചാൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല എങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത്രേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഇതാണ്: ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല എങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതാണ് നെറ്റ് സെയിൽസ്. രണ്ടാമത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഓവറോൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്. ദെൻ ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദെൻ അതിനകത്ത് നമുക്ക് നെറ്റ് സെയിൽസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ അറിയാം. നെറ്റ് സെയിൽസ് വന്നാൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചാൽ മതി, അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഇനി ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടല്ലേ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഉൾപ്പെടും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസസും ഉൾപ്പെടും. ഫിനാൻഷ്യൽ എക്സ്പെൻസസിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടൈം ലോൺസ്, ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ എക്സ്പെൻസസും ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെയിൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന ഐറ്റം ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻസസ്. ഇത്ര ഐറ്റംസ് ആണുള്ളത്. ദെൻ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. ദെൻ തന്നിരിക്കുന്ന ഐറ്റംസ്: സെയിൽസ് 5,12,000, സെയിൽസ് റിട്ടേൺ 10,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000, ക്ലോസിംഗ് സ്റ്റോക്ക് 64,400, പർച്ചേസ് 3,92,000, പർച്ചേസ് റിട്ടേൺ 8,000. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അല്ലേ ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100.
അപ്പോൾ നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമുക്കിതിനകത്ത് ഈ ക്വസ്റ്റനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. ക്വസ്റ്റനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടില്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നിന്ന് ഐറ്റംസ് എടുക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുക. ക്വസ്റ്റനിൽ നോക്കിയാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000 ആണ്. പർച്ചേസസ് എത്രയാണ്? പർച്ചേസസ് 3,92,000 ആണ്. അപ്പം 3,92,000 പർച്ചേസസ് ആണ്. താഴെ പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ട്. നമുക്ക് നെറ്റ് പർച്ചേസ് വേണം എടുക്കാൻ. നമ്മൾ സെയിൽസ് റിട്ടേണോ അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേണോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വേണം എഴുതാൻ. സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് കുറച്ച് വേണം എഴുതാൻ. പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസിൽ നിന്ന് കുറച്ച് വേണം നമ്മൾ എടുക്കാൻ. നമ്മളിവിടെ എടുക്കുന്ന പർച്ചേസ് എന്ന് പറയുന്നത് പർച്ചേസിൽ നെറ്റ് പർച്ചേസ് ആണ്. അപ്പം പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം. നമ്മൾ ഈ 3,92,000 നിന്ന് ഈ 8,000 നമ്മൾ ലെസ് ചെയ്യണം. 8,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 3,84,000 ആണ്. അപ്പോൾ നമ്മുടെ നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചതാണ്. അത് മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ ക്വസ്റ്റനിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും തന്നിട്ടില്ല. വേജസോ ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും തന്നിട്ടില്ല. അപ്പം ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും എടുക്കുന്നില്ല. ദെൻ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്വസ്റ്റനിൽ നോക്കിയാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് 64,400 ആണ്. 64,400 നമ്മൾ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പറഞ്ഞാൽ നെറ്റ് പർച്ചേസസ് ആണ്. എന്ന് വെച്ചാൽ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചാണ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് 4,01,600 കിട്ടി. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കത്തില്ലേ? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അല്ലേ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഇനി നെറ്റ് സെയിൽസ് എത്രയാണെന്ന് നോക്കാം. നെറ്റ് സെയിൽസ് എത്രയാണെന്ന് നോക്കിയേ. നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് വന്നിട്ടുണ്ട് 5,12,000. സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട് 10,000. അപ്പോൾ നെറ്റ് സെയിൽസ് പറയുന്നത് എന്താ? ഈ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതാണ് അല്ലേ? സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതാണ് നെറ്റ് സെയിൽസ്. അപ്പം ഈ 5,12,000 നിന്ന് 10,000 കുറയ്ക്കുമ്പോൾ എത്ര വരും? 5,02,000 വരും അല്ലേ? അതാണ് നമ്മുടെ നെറ്റ് സെയിൽസ് 5,02,000. അപ്പോൾ നമ്മുടെ നെറ്റ് സെയിൽസ് പറഞ്ഞാൽ 5,02,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 4,01,600. അപ്പോൾ നമ്മളത് കുറയ്ക്കുമ്പോൾ നമുക്ക് 1,04,000 കിട്ടും. അപ്പോൾ ഇവിടെ എന്താ? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,04,000 കിട്ടി. 1,04,000 നമുക്കപ്പം നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി എന്താ വേണ്ടത്? നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് പറഞ്ഞാൽ എന്താ? സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതല്ലേ? സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതാണ്. നമ്മളിവിടെ നെറ്റ് സെയിൽസ് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എന്ന് വെച്ചാൽ നെറ്റ് സെയിൽസ് ഗ്രോസ് സെയിൽസ് വന്നാൽ 5,12,000 ആണ്. അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് വന്നാൽ 5,12,000 ആണ്. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ആയ 10,000 നമ്മൾ കുറയ്ക്കണം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 5,02,000 കിട്ടി അല്ലേ? നെറ്റ് സെയിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എന്താ? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തായിരുന്നു. നമ്മളെന്താ 5,02,000 അല്ലേ? 5,02,000. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി എത്രയാണ്? 1,04,400 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് എത്രയാണ്? 5,02,000 ഇൻറ്റു 100 ദാറ്റ് ഈസ് 20% എന്ന് പറഞ്ഞ് എഴുതണം. നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നമ്മൾ എഴുതുമ്പോൾ പെർസെൻറ്റേജിൽ വേണം സൂചിപ്പിക്കാൻ. ആക്ടിവിറ്റി റേഷ്യോ നമ്മൾ ടൈംസിലാണ് കാണിച്ചത്. പക്ഷേ ഇവിടെ എന്താ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ പെർസെൻറ്റേജിലായിരിക്കും സൂചിപ്പിക്കുന്നത്. എത്രയാണ് ആൻസർ കിട്ടുന്നത് അതിൻ്റെ കൂടെ പെർസെൻറ്റേജും കൂടെ ഇടുക. ഇവിടുത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20%. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. സെയിൽസ് ₹7,60,000, സെയിൽസ് റിട്ടേൺ ₹10,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,80,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 45,000, സെല്ലിംഗ് എക്സ്പെൻസസ് 75,000, പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ 30,000. ഇത്രയാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് എന്താ? ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. നമുക്കൊരു ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണല്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുക. ഇതിനകത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട് അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,80,000 ആണ്.
ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ഒക്കെയാണ് എന്താ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ അതുപോലെ നെറ്റ് സെയിൽസ് പറഞ്ഞാൽ എന്താ? നെറ്റ് സെയിൽസ് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. അല്ല, നെറ്റ് സെയിൽസ് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് 7,60,000 ആണ്, മൈനസ് സെയിൽസ് റിട്ടേൺ 10,000, ദാറ്റ് ഈസ് 7,50,000. നമ്മൾ ഇക്വേഷൻ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എഴുതുക. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ടോട്ടൽ സെയിൽസ് പറഞ്ഞാൽ സെയിൽസ് 7,60,000 ആണ്. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ആയി 10,000 കുറയ്ക്കും, നമുക്ക് 7,50,000 കിട്ടി. നെറ്റ് സെയിൽസ് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതുമ്പം ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കറിയാം അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,80,000 ആണ്. 4,80,000 പ്ലസ് ഇനി എഴുതേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് വരും. അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എക്സ്പെൻസ് എഴുതി 45,000 പ്ലസ് പിന്നെ എന്താ എഴുതുന്നത്? സെല്ലിംഗ് എക്സ്പെൻസസ് വരും അല്ലേ? സെല്ലിംഗ് എക്സ്പെൻസസ് 75,000 പ്ലസ് ഫിനാൻഷ്യൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഐറ്റംസും കൂടെ വരുന്നുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റിനിൽ ആ സംഭവം തന്നിട്ടില്ല. പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷനാണ് തന്നിരിക്കുന്നത്, അത് നമ്മൾ എടുക്കുന്നില്ല, അത് എക്സ്ക്ലൂഡഡ് ഐറ്റമാണ്. അപ്പം ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസുമാണ്. അതും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കൂടെ നമ്മൾ കൂട്ടുക. ദെൻ ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 7,50,000 ആണ്. 7,50,000 നമ്മൾ ഡിവൈഡ് ചെയ്യുക. ദെൻ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 80 ആൻസർ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ 80% ചേർക്കുക. ഇങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.